എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരും. നരേന്ദ്രമോദി, അമിത്ഷാ, ജെ.പി. നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവർ ബിജെപി ആസ്ഥാനത്ത് എത്തി. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, എങ്ങനെയാണ് സാധ്യതകൾ? ജഗ്ദീപ് ധൻഖറിന് പകരക്കാരനായി എൻഡിഎയിൽ നിന്നുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാനുള്ള ഏകദേശം നിമിഷങ്ങൾക്കകം നിർണായക പാർലമെന്ററി ബോർഡ് യോഗമാണ് ബിജെപിയുടെ ചേരാനിരിക്കുന്നത്. ഇതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ.പി. നദ്ദയും അടക്കമുള്ളവർ ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ബിജെപിയിൽ നിന്ന് തന്നെയായിരിക്കും ജഗ്ദീപ് ധൻഖറിന്റെ പിൻഗാമിയായിട്ട് ബിജെപിയിൽ നിന്ന് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും സാധ്യത കണക്കാക്കപ്പെടുന്നത് ഗുജറാത്ത് ഗവർണറായിട്ടുള്ള ആചാര്യ ദേവ്രത്തിനും കർണാടക ഗവർണറായിട്ടുള്ള താവർചന്ദ് ഗെഹ്ലോട്ടിനുമാണ് ഏറ്റവും അധികം സാധ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള വി.കെ. സക്സേന, ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ, സിക്കിം ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുടെ പേരും ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഗവർണർമാരുമായിട്ടും ലഫ്റ്റനന്റ് ഗവർണർമാരുമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമിത്ഷാ യോഗം നടത്തിയിരുന്നു. അതുപോലെ തന്നെ RSSുമായുള്ള ചർച്ചയിലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബിജെപിയിൽ നിന്ന് തന്നെ ഒരു പരിമിതികൾ അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് എൻഡിഎയിൽ നിന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള നിലയ്ക്കായിരുന്നു ചർച്ചകൾ നടന്നത്. ഈ ഒരു ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ RSSും അനുകൂലിക്കും എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അതിനുശേഷമായിരിക്കും ഈ ഇന്ത്യയിലെ മറ്റു കക്ഷികളായിട്ടുള്ള JDUവിനെയും TDPയും അടക്കമുള്ള അവരുടെ നേതൃത്വത്തെ ഈ ഒരു മായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇതുവരെ തന്നെ NDAയ്ക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞതായും ഈ ഒരു BJP സ്ഥാനാർത്ഥി NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ബിജെപിയിൽ നിന്ന് തന്നെയാകും എന്നുമുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാതി. ശരി അനുപമ.